ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ വൈഫൈ ഇല്ലായിരുന്നു. കേരള വിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല ഗൈസ്, എന്താ ചെയ്യാനാ. അപ്പം ഐ ആം റിയലി സോറി. നമുക്കിനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ മനുഷ്യൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കണം നമുക്ക് വേർതിരിക്കാനാവുക. 2021 മുമ്പും 2021 ശേഷവും. സർ അലക്സ് ഫെർഗൂസിന് ശേഷം ഇനി ആര് എന്ന് തപ്പിയിരുന്ന ചുവന്ന ചെകുത്താന്മാർ അയാളിലേക്കായിരുന്നു ഉത്തരമെത്തിയിരുന്നത്. ഗതി കിട്ടാതെ അലയുകയായിരുന്നില്ലേ ആ ചുവന്ന ചെകുത്താന്മാർ. സർ അലക്സ് ഫെർഗൂസിന് ശേഷം അങ്ങേയറ്റത്തെ ഗതികെട്ട സ്ഥിതിയിലായിരുന്നു അവരെന്നത് ഫുട്ബോൾ ലോകത്തിന് നന്നായി അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പല പരിശീലകർ മാറി വന്ന സ്ഥലത്തേക്ക് വീണ്ടും പരിശീലകർ എത്തി. എന്നാൽ അയാളില്ലാതെ എന്ത് എന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണണം ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണേഴ്സ്. അതെ, ഒടുക്കം അയാളിലേക്ക് തന്നെ എത്തി. അവരെ ഒരുപാട് തവണ സർ അലക്സ് ഫെർഗൂസിനൊപ്പം കിരീടങ്ങളിലേക്ക് നയിച്ച വ്യക്തി തന്നെ. വീട് വിട്ട് ലോകം വെട്ടിപ്പിടിക്കാനിറങ്ങിയ വിധിയെപ്പോലും വെല്ലുവിളിച്ച ആ മനുഷ്യൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ. എന്നാൽ ഒലെ ഗുനാർ സോൾഷ്യേറിന്റെ കീഴിൽ മികച്ച പ്രകടനം പ്രതീക്ഷിച്ച സർ അലക്സ് ഫെർഗൂസന്റെ ചുവന്ന ചെകുത്താന്മാരായിരുന്നവർക്ക് പിന്നീട് എല്ലാം പാളുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അവിടെ നിന്ന് പിന്നീട് എറിക് ടെൻ ഹാഗ് എത്തി. അയാൾക്ക് പോലും അറിയാത്ത കാരണം അയാൾ എന്താ പറയുക, അങ്ങേയറ്റം നെറികെട്ട തീരുമാനങ്ങൾ, അങ്ങേയറ്റം എന്താ പറയുക, ലോകത്തെ കൺവിൻസ് ചെയ്യാനാകാത്ത തീരുമാനങ്ങൾ എടുത്ത് അയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലും ബെഞ്ചിലിരുത്തുന്നു. ആ മനുഷ്യനെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചു. എന്നിട്ടും അതെല്ലാം ആ മനുഷ്യൻ സഹിച്ചു. തൻ്റെ ബാല്യകാല ക്ലബ്ബ് ഒരുപക്ഷെ അതായിരിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിക്കൊണ്ടുണ്ടാവുക. ഒടുക്കം സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചിട്ടും ആ മനുഷ്യൻ പടിയിറങ്ങുകയായിരുന്നു അവിടെ നിന്ന്. ഇനി അദ്ദേഹത്തിന് സഹിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന് കെൽപ്പ് ഉണ്ടായിക്കണമെന്നില്ലായിരുന്നു. അതേസമയം അദ്ദേഹം പടിയിറങ്ങി. അദ്ദേഹം അതിനുശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ക്ലബിന് ഒരു സർജറി തന്നെ വേണം, അല്ലാതെ ചെറിയ മാറ്റങ്ങളൊന്നും പോരാ. അത് പലരുടെയും മുഖത്തിട്ടുള്ള അടിയായിരുന്നു. പലർക്കും അതൊരു സൂചന തന്നെയായിരുന്നു. അതിനുശേഷം എറിക് ടെൻ ഹാഗ് എന്ന പരിശീലകനെ പറ്റിയത് നമുക്കറിയാവുന്നതാണ്. ആ മനുഷ്യനെ വേദനിപ്പിച്ചതിന് പിന്നീട് എറിക് ടെൻ ഹാഗ് അങ്ങേയറ്റം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കർമ്മ ഈസ് എ ബൂമറാങ്. പിന്നീട് എത്തിയത് പോർച്ചുഗലിന്റെ വേൾഡ് കപ്പ് ആയിരുന്നു. എന്നാൽ അവിടെയും അടിപതറുന്ന കാഴ്ചയാണ് ഫുട്ബോൾ ലോകം സാക്ഷികളായത്. അത് എന്താ പറയുക, ലോകം ചോദിച്ചു എന്ത് ചെയ്തു ആ മനുഷ്യൻ ഇത്രയും അനുഭവിക്കുവാനായി. കാരണം അദ്ദേഹത്തെ പോലൊരു താരം ബെഞ്ചിലിരുത്തപ്പെടുന്നത് ലോകം കണ്ടു. ഫെർണാണ്ടോ സാഞ്ചസ് എന്ന പരിശീലകൻ അങ്ങേയറ്റം എറിക് ടെൻ ഹാഗിനെ പോലെ ഒരുപക്ഷെ അതിലും നീചമായിരുന്നു അദ്ദേഹത്തോട് പെരുമാറിയത് പോർച്ചുഗൽ കളിക്കാരും. ഒടുക്കം നിർവികാരതയോടെ അതേസമയം അങ്ങേയറ്റം വേദനയോടെ ആ മനുഷ്യൻ മൊറോക്കോയുമായുള്ള തോൽവിക്ക് ശേഷം പുറത്തേക്ക് പോകുന്നത് ഫുട്ബോൾ ലോകം വേദനയോടെ നോക്കി നിന്നു. മിഷഹ വിജയിച്ച വേൾഡ് കപ്പാണ്, മിഷയുടെ തേരോട്ടം കണ്ട വേൾഡ് കപ്പാണ്. ഫുട്ബോൾ ലോകത്തിന്റെ രാജാവ് അദ്ദേഹത്തോടൊപ്പം ആ ഒരു പോഡിയത്തിൽ റണ്ണേഴ്സ് അപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടതാണ്. എന്നാൽ ആ രാജാവ് അവിടെ ഇല്ല. അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ലോകം കണ്ടു നിന്നു. മൊറോക്കോമായി തോൽക്കുമ്പോൾ ആ മനുഷ്യൻ ടണലിലൂടെ കരഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ ലോകം ഒരേ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട പോർച്ചുഗൽ കളിക്കാരെ, സ്വന്തം സഹതാരങ്ങളെ ഓർത്താണ് ആ മനുഷ്യൻ പുറത്തേക്ക് പോയെങ്കിൽ കാലം അതിനോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ യൂറോപ്പിന്റെ തെരുവുവീഥികൾ, ഫുട്ബോളിന്റെ തെരുവുവീഥികളിൽ ചതഞ്ഞരഞ്ഞുകൊണ്ടിരുന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തെ ഇത്രയും എത്തിച്ചത് ആ മനുഷ്യനാണ്. ആ മനുഷ്യന് മുമ്പ് എന്തുണ്ടായിരുന്നു പോർച്ചുഗൽ എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നാണ് അർത്ഥം. ഇതിഹാസങ്ങൾ ഒരുപാടുണ്ടായിട്ടും ആ മനുഷ്യനോളം വന്നില്ല. സമുദ്രങ്ങൾ ഒരുപാട് കീഴടക്കിയ പറങ്കിപ്പട പലതവണ ഫുട്ബോളിന്റെ പോരാട്ട ഭൂമികളിൽ പൊരുതി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആ മനുഷ്യന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. എല്ലാം ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയ ആ മനുഷ്യൻ പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയായിരുന്നു ആ പോസ്റ്റിൽ പ്രതികരിച്ചത്. പോർച്ചുഗലിനോടൊപ്പം ഒരു വേൾഡ് കപ്പ് എന്നത് എന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ അത് സാധിക്കാതെയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. മില്യൻസോളം വരുന്ന പോർച്ചുഗീസ് ജനതയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എനിക്കായില്ല. അവരുടെ സ്നേഹവും ചുമലിലേറ്റിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ അത് അവസാനിക്കുന്നതായിരുന്നില്ല.
അങ്ങനെയാണെങ്കിൽ താങ്കളെന്ന ആ മഹാപുരുഷൻ ഇന്ന് ഈ ഫുട്ബോൾ ലോകത്തിന് കിട്ടുമായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് ഫെർണാണ്ടോ സാഞ്ചസ് പിന്നെ റിട്ടൺ ഹാഗിനെ പോലുള്ള അവസ്ഥയിലേക്ക് പോയെന്ന് നമ്മൾ കണ്ടതാണ്. 2023 അദ്ദേഹം അൽ നസറിലേക്ക് പോയി. ഇങ്ങേരെന്തിനാണ് ഈ സൗദിയിലേക്ക് പോകുന്നത്, ഇവിടെ ഇങ്ങേർക്ക് അതെല്ലാം മടുത്തോ എന്ന് വിമർശകർ മുറവിളി കൊട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ വിമർശകർക്ക് അറിയില്ലായിരുന്നു ആ മനുഷ്യൻ ചെന്നതിന് ശേഷം കേട്ടുകേൾവി പോലും ഇല്ലാത്ത സൗദി ലീഗിന്റെ ബ്രാൻഡ് വാല്യൂ ഉയരുന്നതിനുള്ള പോക്കാണതെന്ന്. അതെ, കരീം ബെൻസിമ പോലുള്ള ഇതിഹാസങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സൗദിയുടെ നിയമങ്ങൾ പോലും ആ മനുഷ്യന് മുന്നിൽ തലകുനിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതായിരുന്നു ആ മനുഷ്യൻ. ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ എന്നത് വെറും ഒരു പേരായിരുന്നില്ല, ഒരു ബ്രാൻഡ് തന്നെ ആയിരുന്നു. ആ മനുഷ്യനെ പലതവണ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ സൗദി പ്രോ ലീഗിന്റെ പല സമ്മർദ്ദങ്ങളാൽ സൗദി പ്രോ ലീഗിന് ആ മനുഷ്യനെ തിരികെ വിളിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീട് പോർച്ചുഗൽ ടീമിൽ സംഭവിച്ചത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്നതാണ്. റോബർട്ടോ മാർട്ടിനസ് എന്ന പരിശീലകനെത്തി അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയെ തിരികെ വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിലും ഇതിഹാസമില്ലാതെ എന്ത് വേൾഡ് കപ്പിലേക്കാണ് അവർ പോകാൻ പോകുന്നത്? രാജകുമാരനില്ലാതെ ഒരു വേൾഡ് കപ്പും അവർക്ക് നേടാനാകില്ലെന്ന് റോബർട്ടോ മാർട്ടിനസ് മനസ്സിലാക്കി കാണണം. പിന്നീട് അദ്ദേഹത്തിന്റെ കീഴിൽ, റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കയ്യും പിടിച്ച് പോർച്ചുഗൽ പോയത് ഒരു കൃത്യമായ പ്ലാനിലായിരുന്നു. അതെ, സമുദ്രങ്ങൾ കീഴടക്കിയ പറങ്കിപ്പട ഫുട്ബോൾ ലോകത്തിന്റെ പോരാട്ട ഭൂമികളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടു. പക്ഷേ 2024 യൂറോ കപ്പ് അവർക്ക് വീണ്ടും കൈവിടേണ്ടി വന്നു. 2025 നേഷൻസ് ലീഗ് അവരെ സംബന്ധിച്ചും 2025 നേഷൻസ് ലീഗ് അവർ നേടി. അവർ അത് കാലം കാത്തുവെച്ച കാവിനീരി എന്നതുപോലെ അവർ അത് നേടിയിരിക്കുന്നു. അത് ആ മനുഷ്യന് അർഹതപ്പെട്ടത് തന്നെയായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാത്തവനെന്ന പേരും കേട്ട് പോകാനല്ല ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് വന്നത്. അങ്ങനെയല്ല ആ മനുഷ്യന്റെ പാരമ്പര്യവും. വിധിയെപ്പോലും തോൽപ്പിച്ചവനാണ്. ഇനിയുള്ളത് അതാണ്. ഒരിക്കൽ ഇനി എന്നെ കൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതിഹാസമെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിച്ച മനുഷ്യൻ പൂർണ്ണനാകാനാണ് പോക്ക്. 2026 ജൂലൈ 19 രാവിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് ഡിയാഗോ ചോട്ടയെ ആകാശത്തിന്റെ ഏതോ ഗാലറിയിൽ ഇരുന്ന് ആനന്ദിപ്പിച്ചുകൊണ്ട് മിഷിഹ സ്വന്തമാക്കിയ ആ കനക കിരീടം, അമീർ ചാർത്തി ആ മേലങ്കിയും അണിഞ്ഞുകൊണ്ട് മിഷിഹ സ്വന്തമാക്കിയ ആ കനക കിരീടം 2026 ജൂലൈ 19 രാവിൽ ലോകത്തെ തന്നെ ഏറ്റവും അധികാര കേന്ദ്രങ്ങളിലൊന്നായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അമേരിക്കയുടെ ഔദ്യോഗിക ആദരവും ഏറ്റുവാങ്ങി അയാൾ ആ പോഡിയത്തിലേക്ക് നടന്നു ചെല്ലും. ഫിഫ പ്രസിഡന്റ് നൽകുന്ന ആ കനക കിരീടം ഏറ്റുവാങ്ങി അയാൾ പൂർണ്ണനാവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതി ആയിരിക്കില്ല. ഒരിക്കൽ അവസാനിപ്പിച്ചെടുത്തുനിന്ന് അങ്ങോട്ട് തന്നെയാണ് അയാളുടെ സഞ്ചാരം. ഒരിക്കൽ മിഷിഹയും അവസാനിപ്പിച്ചതല്ലേ, അയാൾ അത് നേടിയില്ലേ? അതേപോലെ രാജാവിനും അത് നേടിയേ പറ്റൂ. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരുന്നവരെ